കൊച്ചിക്കാർക്ക് ലുലു മാള് പോലെ തൃശ്ശൂരുകാർക്ക് എല്ലാം തികഞ്ഞ ഒരേ ഒരു മാളേ ഉള്ളൂ. അതാണ് ശോഭ സിറ്റി മാൾ. നാഷണൽ ഇൻ്റർനാഷണൽ ബ്രാൻഡുകളും പിന്നെ നമ്മുടെ സ്വന്തം ഐനോക്സ് ഒക്കെ ആയിട്ട് നല്ല കിടിലൻ വൈബുള്ള ഒരു മാളാണ് ശോഭ സിറ്റി മാൾ. കഴിഞ്ഞ ദിവസമാണ് ഞാൻ അറിയണത് ഇവിടെ ഒരു പ്രീമിയം വെജ് റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയിട്ടുണ്ടെന്നുള്ളത്. സെക്കൻഡ് ഫ്ലോറിൽ നമ്മുടെ ഐനോക്സിൻ്റെയും ഫുഡ് കോർട്ടിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് ഈ റെസ്റ്റോറൻറ്റ് ഉള്ളത്. വൈഭവംസ് കൽപ്പതാരു. ആ പേര് കേട്ടപ്പോൾ തന്നെ എനിക്ക് എന്തോ വല്ലാത്തൊരു ഇഷ്ടം തോന്നി. വൈഭവത്തിൻ്റെ സ്പെഷ്യൽ സദ്യ, അതുപോലെ തന്തൂരി പ്ലേറ്റർ, ഇത് രണ്ടും മസ്റ്റ് ട്രൈ ആണെന്നാണ് അവർ പറയണത്. സദ്യക്ക് എന്തോ ഒരു ഓഫറും ഉണ്ട് കേട്ടോ. എന്തായാലും ഇത് രണ്ടും ടേസ്റ്റ് ചെയ്യാമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ട്. ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ലോഗോ മുതൽ ഇതിൻ്റെ സീറ്റിങ്ങും ഇൻറ്റീരിയറും എല്ലാം മനോഹരമായിട്ടുണ്ട്. വളരെ കംഫർട്ടബിളായിട്ട്, അതിപ്പോൾ 4 പേരടങ്ങുന്ന ഫാമിലി ആയാലും കപ്പിൾസ് ആയാലും അതല്ലെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ പേരുള്ള ഫാമിലി ആണെങ്കിലും എല്ലാവർക്കും കംഫർട്ടബിളായിട്ടുള്ള രീതിയിലാണ് ഇവിടെ സീറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ കൈയൊക്കെ കഴുകി ഞാനും ദീപും ആദ്യം തന്നെ മെനു ഒന്ന് നോക്കി. മെനുവിൽ നമ്മുടെ സാധാരണ നെയ്റോസ്റ്റ് മുതൽ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് വരെ ഉണ്ട്. ഒരു പ്രീമിയം റെസ്റ്റോറൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൈസിങ് കാണുമ്പോൾ നിങ്ങൾ ഇത്തിരി വെള്ളം കുടിക്കൂട്ടാ. ഞങ്ങൾ ആദ്യം പറഞ്ഞുള്ളത് സ്റ്റാർട്ടറായിട്ടുള്ള തന്തൂരി പ്ലേറ്ററാണ്. ദീപുന് നല്ല വിശപ്പുണ്ട് കേട്ടോ, മുഖം കണ്ടാലറിയാലോ. ആളുടെ വയറ്റിൽ നിന്ന് ചെറുതായിട്ട് കിളികളൊക്കെ പറന്നു പോകുന്നുണ്ട് എന്നാണ് പറയണേ. എന്തായാലും അധികം കാത്തിരിക്കേണ്ടി വന്നില്ല. പ്ലേറ്റും ഫോർക്കും സ്പൂണും പിന്നെ അതിൻ്റെ തൊട്ട് പുറകെയായിട്ട് നമ്മുടെ തന്തൂരി പ്ലേറ്ററും എത്തിയിരിക്കുകയാണ്. തന്തൂരി പ്ലേറ്ററിൻ്റെ ഒപ്പം ഒരു ഗ്രീൻ ചട്നിയും പിന്നെ ഒനിയൻ സലാഡും ഉണ്ടായിരുന്നു. നമ്മൾ ഓർഡർ ചെയ്യുന്ന ഈ പ്ലേറ്റർ 4 പേർക്കുള്ള ക്വാണ്ടിറ്റിയിലാണ് തരുന്നത്. പക്ഷേ ഇവിടെ ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. ഇതിപ്പോൾ എന്തൊരു ഐറ്റം എന്നറിയാണ്ട് ഒരു താല്പര്യമില്ലാത്ത രീതിയിലാണ് ദീപ് ടേസ്റ്റ് ചെയ്ത് തുടങ്ങിയത്. പക്ഷേ ദീപു കഴിച്ചത് പനീറാണെങ്കിൽ ഞാൻ തുടങ്ങിയത് കബാബിലാണ്. ഞാനും ആദ്യമായതുകൊണ്ട് ചെറിയൊരു സംശയത്തിലാണ് കടിച്ചു തുടങ്ങിയത്. സംഭവം കഴിച്ചു തുടങ്ങിയപ്പോൾ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇത്തിരി ഗ്രീൻ ചട്നി കൂടി മുക്കി കഴിക്കുമ്പോഴല്ല ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. നല്ല കിടിലൻ ടേസ്റ്റ്. തൊട്ട് പുറകെ ദീപവും ഇത്തിരി ഗ്രീൻ ചട്നി മുക്കി കഴിച്ചു. ആ ഒരു ഗ്രീൻ ചട്നി ഇതിൻ്റെ കൂടെ കിടിലൻ കോമ്പിനേഷൻ കേട്ടോ. എന്നാൽ പിന്നെ ഞാനും ഒരു കഷ്ണം പനീർ അങ്ങോട്ട് ടേസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ക്യാപ്സിക്കം എടുത്ത് കഴിച്ചു, പിന്നെ ഗ്രീൻ ചട്നി മുക്കി പനീർ അങ്ങോട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കി. പനീർ ഒരു രക്ഷയില്ല. ഇത് പനീറിൻ്റെ ഉള്ളിൽ മഷ്റൂമൊക്കെ വെച്ചുള്ളൊരു ഐറ്റമാണ്. തന്തൂരി പ്ലേറ്റുള്ള ഓരോ ഐറ്റം ടേസ്റ്റ് ചെയ്യുമ്പോഴും ഇതാണോ അതാണോ ഏതാ ബെറ്റർ എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ. എൻ്റെ അമ്മ കഴിച്ചാലും ദേ ഇതുപോലെ പനീറിൻ്റെ ഉള്ളിൽ മഷ്റൂമിൻ്റെ മസാലയൊക്കെ വെച്ചിട്ട് കിടിലൻ ഐറ്റം. ദീപുവിനും കഴിച്ചപ്പോൾ വളരെയധികം ഇഷ്ടമായിട്ടാണ്. വീണ്ടും മഷ്റൂം, അതായത് പനീറും മഷ്റൂമും വെച്ചിട്ട് രുചിയുടെ ഒരു പൂരം. അതാണ് തന്തൂരി പ്ലേറ്റർ. അങ്ങനെ പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അവസാനമായിട്ട് ആ കോളിഫ്ലവറും കൂടി ടേസ്റ്റ് ചെയ്തതോടെ ഈ തന്തൂരി പ്ലേറ്റർ വിജയകരമായി ഞങ്ങൾ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഓരോന്ന് വേറെ ലെവൽ ഐറ്റംസ് കേട്ടോ. പിന്നെ സ്റ്റാർട്ടറെ കഴിഞ്ഞിട്ടുള്ളൂട്ടാ, സദ്യ നീ തുടങ്ങാൻ പോണേ ഉള്ളൂ. ആദ്യമായിട്ടാണ് ഞാനും ദീപവും ഇത്രയും വലിയൊരു സദ്യ കഴിക്കാൻ പോണേ. 18 കൂട്ടം ഐറ്റംസ് ആണ് ഇതിലുള്ളത്. സാമ്പാർ, അവിയൽ, കാബേജ് തോരൻ, എരിശ്ശേരി, പൈനാപ്പിൾ കറി, മസാലക്കറി, കുമ്പളങ്ങക്കറി, തീയൽ, പരിപ്പും നെയ്യും, പിന്നെ രസം, തൈര്, പുളിഞ്ചി, അച്ചാറ്, പപ്പടം, 2 കൂട്ടം പായസം, ശർക്കര വരട്ടി, ചിപ്സ്, അങ്ങനെ എല്ലാം ഉള്ള ഒരു സദ്യ. കറികളൊക്കെ ഓരോന്നായിട്ട് ഇറക്കി വെച്ചിട്ട് ആ ഇലയിലേക്ക് ചോറങ്ങോട്ട് വിളമ്പി, എന്നിട്ട് ഒരു ഇത്തിരി സാമ്പാർ അങ്ങോട്ട് ഒഴിച്ചിട്ട് കഷ്ണങ്ങളൊന്നും ഇല്ലാണ്ട് ആ സാമ്പാറിൻ്റെ ചാറും ചോറും കൂടി അങ്ങോട്ട് മിക്സ് ചെയ്ത് ഐശ്വര്യമായിട്ട് അങ്ങോട്ട് തുടങ്ങി. നല്ല സാമ്പാറല്ലേ. അടുത്തായിട്ട് പപ്പടം അങ്ങോട്ട് പൊടിച്ചു, എന്നിട്ട് കഷ്ണങ്ങളും ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്തു. ചിലവർ നമ്മളോട് ചോദിക്കും എന്തിനാ ഇങ്ങനെ മിക്സ് ചെയ്യണമെന്ന്. കുട്ടിക്കാലം മുതലുള്ള ഓരോ ശീലങ്ങളല്ലേ, നമ്മളിപ്പോൾ എന്താ ചെയ്യുക. അങ്ങനെ ഉണ്ടോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു വേപ്പല, എങ്ങനെ ഇതൊക്കെ കളയാ, 300 രൂപയുടെ ഊണല്ലേ. ഇതിൻ്റെ ഇടയിൽ ദീപു അവിയലും കൂട്ടി ഒരു പിടി കഴിച്ചുട്ടാ. അതിങ്ങനെ കുഴയാണ്ട്
ഇങ്ങനെ കഷ്ണങ്ങളൊക്കെ വേറിട്ട് നിൽക്കുന്ന ഒരു അവിയലില്ലേ, അതായിരുന്നു ഇത്. അവിയൽ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ മസാലക്കറിയാണ്. നല്ല പോലെ ഉരുളക്കിഴങ്ങിലെ മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല സ്പൈസി ആയിട്ടുള്ള മസാലക്കറി, അതും ഊണും കൂടി കഴിച്ചപ്പോണ്ടല്ല ചെറിച്ചണ്ട പൊട്ടിയെന്ന് പറയാം. ഒരുപാട് കറികളുള്ളതുകൊണ്ടേ ഒരു സ്പൂൺ ചോറും ഒരു സ്പൂൺ കറിയും അങ്ങനെ കഴിക്കാൻ തീരുമാനിച്ചു. ആദ്യം തന്നെ പൈനാപ്പിൾ കറിയും ചോറും കൂടി മിക്സ് ചെയ്ത് അങ്ങോട്ട് കഴിച്ചു. എൻ്റെ മോളെ പൈനാപ്പിൾ പച്ചടി നോക്കി ഞാൻ പൈനാപ്പിളിൻ്റെ മധുരം മാറാനേ ഒരു ഇത്തിരി അച്ചാറ് തൊട്ട് കൂട്ടാന്ന് വിചാരിച്ചു. അച്ചാറിൻ്റെ കൂടെ ഒന്നും പാടില്ല, വെറും അച്ചാറും ചോറും മാത്രം. ഓരോ ഐറ്റംസും ഒന്നിനൊന്നും വെച്ചതറിയില്ല, ചില ഫുഡ്. ദീപുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കോമ്പിനേഷനാണ് കാബേജ് തോരനും അച്ചാറും. ഈ ഒരു കോമ്പിനേഷൻ ദീപു നിങ്ങൾക്കായിട്ട് പ്രത്യേകം ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. എന്താണെന്നറിയില്ല, അച്ചാറിൽ നിന്ന് പിടിവിടാൻ പറ്റണില്ല. ഒരു ജാതി ടേസ്റ്റുള്ള അച്ചാർ. വീണ്ടും വീണ്ടും അച്ചാറ് തന്നെ കഴിച്ചുകൊണ്ടിരുന്നു. ഇനി എന്തായാലും ചോറിടണ്ട, പകരം കുറേശ്ശെ കറി ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ഇച്ചിരി വെണ്ടയ്ക്ക അതിലെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി. സൂപ്പർ തീയൽ, ഇത്രയും നല്ല തീയൽ ഇല്ല വെണ്ടക്കാട. ഓ എന്ത് രസമാണ്, കുറച്ചുകൂടി വെണ്ടക്കായ തീയലിട്ടാ. ഓ രക്ഷയില്ലേട്ടാ. അടുത്തതായിട്ട് എരിശ്ശേരി കൂട്ടി നോക്കി, അതും അടിപൊളിയായിരുന്നു. നല്ല ഐറ്റംസ് അടിപൊളി, ഒന്നും പറയാനില്ല. അടുത്തതായിട്ട് ദീപു രസം കുടിച്ചു നോക്കി. പരിപ്പ് നെയ്യും ഒരു കുഞ്ഞി കഷ്ണം പപ്പടം പൊടിച്ച് വെച്ചാൽ. സത്യം പറഞ്ഞാൽ ഈ പരിപ്പ് നെയ്യുടെ കാര്യം ഞാൻ മറന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഇച്ചിരി പപ്പടവും കൂടി വെച്ച് അതങ്ങോട്ട് കഴിച്ചപ്പോണ്ടല്ല ഒരു വിസിൽ എൻ്റെ ഉള്ളിൽ നിന്ന് വന്നു. ഫുഡ് വേസ്റ്റാക്കിയ അമ്മ ചീത്ത പറയേ, അതുകൊണ്ട് കുറച്ച് തൈര് ഉണ്ടായിരുന്നത് വേസ്റ്റ് ആക്കാണ്ട് ഞാനിത്തിരി ചോറും കൂടി കൂട്ടി കഴിച്ചു. ദീപു കൊണ്ടാട്ടം കഴിക്കില്ലേ, അതുകൊണ്ട് ഞാൻ തൈരിൻ്റെ കൂടെ കൊണ്ടാട്ടം കൂടി ചേർത്ത് പിടിച്ചു. തൈര് നല്ലതാണെങ്കിലും കൊണ്ടാട്ടം അത്ര അങ്ങോട്ട് ക്രിസ്പി അല്ല. ശരിക്ക് അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനും. കൊണ്ടാട്ടം കുറച്ചുകൂടി നന്നായിരുന്നു, കണ്ടല്ല ഇടിക്കാനും. കൊണ്ടാട്ടം ഇഷ്ടമില്ലാത്ത ദീപു ഇച്ചിരി ചിപ്സും തൈരും കൂട്ടി ഒരു പരീക്ഷണം നടത്തി. ആ പരീക്ഷണം അമ്പേ പരാജയപ്പെട്ടതായി ചമ്മി ചിരിയോടെ ദീപു അറിയിച്ചിരിക്കുകയാണ്. എന്തായാലും ഇത്രയായി, എന്നാൽ പിന്നെ ഇച്ചിരി പുളിഞ്ഞും കൂടി ആവാം. അടിപൊളിയുണ്ട്. 2 കൂട്ടം പായസം കൂടി ഉണ്ട്, പരിപ്പും പാലടയും. ഞാനും ദീപും ആദ്യം പരിപ്പിലാണ് തുടങ്ങിയത്. വളരെ നല്ലൊരു പരിപ്പ് പായസമായിരുന്നു. പരിപ്പിൻ്റെയും നെയ്യിൻ്റെയും ആ സ്വാദും നല്ല നല്ല രസമുള്ള ഒരു പായസമായിരുന്നു. പരിപ്പും നെയ്യൊക്കെ അങ്ങനെ ഒറ്റ വലിക്ക് പരിപ്പ് തീർത്തിട്ട് പാലടയിലേക്ക് കടന്നു. പാലടയും നല്ല കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. പൊതുവേ പാലടയാണ് എപ്പോഴും പായസങ്ങളിൽ മികച്ച് നിൽക്കാറ്. പക്ഷേ ഇവിടെ എനിക്ക് പേഴ്സണലി തോന്നിയത് പരിപ്പാണെന്നാണ്. എന്നുവെച്ച് പാലട മോശമാണെന്നല്ല കേട്ടാ. അങ്ങനെ ഒരു കൂട്ടം പോലും ഒഴിവാക്കാതെ ചിപ്സും കൂടി കുറിച്ചുകൊണ്ട് ഈ സദ്യ ഞങ്ങളിവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു ഓൺ ദ ടേബിൾ കോൺടെസ്റ്റും കൂടി ഇവർ നടത്തുന്നുണ്ട്. ഇതിൽ വിജയികളാവുന്നവർക്ക് 20% ബില്ലിൽ ഡിസ്കൗണ്ടും കിട്ടും. അങ്ങനെ കൽപ്പതാരൂന്ന് ഇറങ്ങി മാളിൽ കുറച്ച് നേരം കറങ്ങി നടന്നു. ഊണ് കഴിച്ചതും കറക്കവും എല്ലാം കൂടിയപ്പോൾ ക്ഷീണമായി. ശോഭ സിറ്റി മാളിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയയാണ് ഈ ക്രീക്ക് സൈഡ്. ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ദുബായ് ക്രീക്കിൻ്റെ സൈഡിലേക്ക് ഇരിക്കുന്ന പോലെ തന്നെ തോന്നാം. ഞങ്ങളെന്തായാലും കുറച്ച് നേരം ഇവിടെ ഈ മരച്ചോട്ടിലിരിക്കാമെന്ന് വിചാരിച്ചു. എന്താ റെസ്റ്റോറൻറ്റിൻ്റെ പേര്? വൈഭവം കൽപ്പതാരു. എന്തെന്നാ പറയുക, ശരിക്കും പറഞ്ഞാലേ വെജിറ്റേറിയൻസിന് ഒരു 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 പാരഡൈസാണ് വൈഭവം കൽപ്പതാരു. സംഭവം ശോഭ സിറ്റി മാളാണ്, ഉറപ്പായിട്ട് റേറ്റ് നല്ല റേറ്റ് ഉണ്ടാവും. എന്നിരുന്നാലും ഒരിക്കലെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒരു റെസ്റ്റോറൻ്റാണ് വൈഭവം കൽപ്പതാരു. അവിടുത്തെ സദ്യ
18 കൂട്ടം കറികൾ, 2 പായസം ഉൾപ്പെടെ കേട്ടോ. 2 പായസം, രസം, തൈര്, മോരില്ല സോറി, എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഐറ്റംസ് ഉണ്ട്. പരിപ്പ് നെയ്യും കൂട്ടിയിട്ടാണ് തുടങ്ങേണ്ടത്. പക്ഷെ നമ്മളിപ്പോൾ തൃശ്ശൂരുകാർ സാമ്പാർ കൂട്ടിയിട്ടാണ് ആദ്യം തുടങ്ങുക. പലരും പറയാറുണ്ട് സദ്യ കഴിക്കുമ്പോൾ ആദ്യം പരിപ്പ് നെയ്യും കഴിക്കണം, പിന്നെ അത് കഴിക്കുന്നത്. നമ്മളെ സ്റ്റൈൽ എന്ന് വെച്ചാൽ നേരെ സാമ്പാർ വെച്ച് തുടങ്ങാറ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം 18 കൂട്ടം കറികളായിട്ട് ഈ അടുത്ത കാലത്തൊന്നും സദ്യ കഴിച്ചിട്ടുണ്ടേ. ഓരോ ഐറ്റംസ് എന്ന് പറഞ്ഞാണ്ടല്ലോ, എണ്ണം പറഞ്ഞ കിണ്ണം കാച്ചി സാധനങ്ങൾ. ഇത് നമ്മൾ വെറുതെ പറയണല്ല. ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഏറ്റവും കൂടുതൽ എനിക്ക് തെറിവിളി കേട്ടുള്ളത് പഴയിടത്തിൻ്റെ സദ്യയാണ്. പഴയിടത്തിൻ്റെ സദ്യയുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പഴയിടത്തിൻ്റെ സദ്യ കഴിച്ചു. ആദ്യത്തെ 1-2 ദിവസത്തിനുള്ളിലാണ് ഞങ്ങൾ ആ റെസ്റ്റോറൻറ്റ് തുടങ്ങിയെന്ന് കേട്ടപ്പോൾ തന്നെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് പോയതാണ്. ഞങ്ങൾ കഴിച്ച സദ്യ എന്ന് പറയുന്നത് കിട്ടില്ല സദ്യയായിരുന്നു. പക്ഷെ പിന്നീട് ആ കൺസിസ്റ്റൻസി അവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റിയില്ല. അതിപ്പോൾ നമ്മുടെ കുറ്റം. നമ്മളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് എപ്പോഴും അവിടുത്തെ ഫുഡ് അതേ കൺസിസ്റ്റൻസി കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ പഴയിടം എന്നുള്ളൊരു ബ്രാൻഡ്, ഒരുപാട് റെസിപ്പീസൊക്കെ ഞാൻ ആ പഴയിടം മോഹന നമ്പൂതിരിയുടെ റെസിപ്പീസ് യൂട്യൂബ് നോക്കിയിട്ട് ഞാനും അമ്മയൊക്കെ ട്രൈ ചെയ്യാറുണ്ട്. ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ റെസിപ്പീസ്. അപ്പോൾ അദ്ദേഹം നമ്മുടെ യൂത്ത് ഫെസ്റ്റിവലിലും അതുപോലെ പലതിലും ഒരുപാട് ഫുഡ് ഒക്കെ ചെയ്ത് ഒരുപാട് വാർത്തകളിലൊക്കെ ഇടം പിടിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഒരു മഹത് വ്യക്തിയുടെ ഒരു പേരിലുള്ള പഴയിടം റെസ്റ്റോറൻറ്റ് തുടങ്ങുമ്പോൾ നമ്മൾ പോകുന്നു, പോയി കഴിക്കുന്നു, നമുക്ക് ആ സദ്യ ഇഷ്ടപ്പെടുന്നു. ഇപ്പോഴും ഇടയ്ക്കൊക്കെ പോണവർക്ക് നല്ല സദ്യ കിട്ടുന്നതായിട്ട് ഞാൻ അറിയുന്നുണ്ട്. എന്നാൽ രണ്ടാമതവർ പോയപ്പോൾ അവർക്ക് മോശം കിട്ടിയതായിട്ടും പറയുന്നുണ്ട്. അത് ഉറപ്പായിട്ടും അവിടുത്തെ മാനേജ്മെൻറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്, നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല. എനിക്ക് തോന്നുന്നു അവർ ഫ്രാഞ്ചൈസി കൊടുത്തിട്ട് ആ രീതിയിലാണ് തോന്നുന്നത്. എന്താണ് അതിനെപ്പറ്റി സംസാരിക്കാനല്ല ഞാനിത് പറഞ്ഞത്. പക്ഷേ വൈഭവം കൽപ്പതാരം എന്ന് പറയുന്ന ഈ ഒരു റെസ്റ്റോറൻറ്റ് ഞാൻ കഴിച്ചതിൽ ഏറ്റവും നല്ല സദ്യകളിലൊന്നാണ്. കിട്ടിലൻ സദ്യ ആയിട്ടിട്ട് അവിടെ വരുന്ന ഒട്ടുമിക്ക പേരും സദ്യനാണ് ഓർഡർ ചെയ്യണേ. അല്ല ദീപോ, എല്ലാവരും സദ്യനെ ഓർഡർ ചെയ്യണം. പിന്നെ ആ തന്തൂരി പ്ലേറ്റർ, ഓഫ്, അത് കഴിച്ചപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ വയറ് ഫുള്ളായി. പക്ഷേ സദ്യ അങ്ങോട്ട് ടേസ്റ്റ് തുടങ്ങിയപ്പോൾ ഉണ്ടല്ലോ, കിട്ടില്ല ടേസ്റ്റ് എല്ലാം. അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റുള്ള സംഭവം പിന്നെ നമുക്ക് നാച്ചുറലി വയറ് വരും. അങ്ങനെ അതും കൂടി അങ്ങോട്ട് കഴിച്ചു. ഞങ്ങൾ സത്യത്തിൽ ഒരു സദ്യയാണ് ഓർഡർ ചെയ്തത്, എന്നിട്ട് ഇങ്ങനെ ഷെയർ ചെയ്തിട്ടാണ് കഴിച്ചത്. ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല, തെറ്റാണത്. ഞങ്ങൾ അവരുടെ അടുത്ത് വീഡിയോ എടുക്കാനാണ് എന്നും പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് അവർ 2 ഇലയൊക്കെ തന്നത് കേട്ടോ. നിങ്ങൾ പോയി കഴിഞ്ഞാൽ അതുപോലെ കിട്ടണമെന്നില്ല. ചിലപ്പോൾ ഇനി പ്രായമായ ആൾക്കാരോ അല്ലെങ്കിൽ അധികം കഴിക്കാൻ പറ്റില്ലെന്ന് അവർക്ക് തോന്നിയ ആൾക്കാരോ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 2 ഇലയൊക്കെ തന്നു വരാം. പക്ഷെ സാധാരണ ഈ കോളേജ് പിള്ളേർമാരുടെ ആൾക്കാരുണ്ട്, അവരിത് കേട്ടിട്ട് നിങ്ങൾ ആ വീഡിയോയിൽ ഒരു സദ്യ 2 ആൾക്ക് കൊടുത്തല്ലോ, ഞങ്ങൾക്ക് അതുപോലെ വേണമെന്നൊക്കെ പറഞ്ഞ് അലമ്പുണ്ടാക്കി എനിക്ക് പണി വാങ്ങി തരരുത്. ഞാനതൊരു വീഡിയോ പർപ്പസ് എന്നുള്ള രീതിയിലൊരു ഭംഗിയിലെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഓക്കെ, അപ്പോൾ എന്തായാലും സംഭവം കളറായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിവിടെ കുറച്ച് നേരം ഈ ശോഭ സിറ്റിയുടെ അവിടെ ഇരുന്നിട്ട് കുറച്ച് കാറ്റൊക്കെ കൊണ്ട് 2 ഐസ്ക്രീമൊക്കെ കഴിച്ച്, 2 ഐസ്ക്രീം ഓൾറെഡി കഴിച്ചു, എന്നാലും ഇനി 2 ഐസ്ക്രീം കൂടി കഴിച്ചിട്ട് പോവാം. ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ പിന്നെ ദീപുവിന് അതിൽ വലിയ സന്തോഷമില്ല. നിന്നുണ്ടല്ലോ ഞാൻ വെറുതെ പറഞ്ഞല്ലേ ദീപ. അമ്മയ്ക്ക് ഇന്ന് വരാൻ പറ്റിയില്ല. കാരണം അമ്മയുടെ വീട്ടിൽ, അതായത് മാമൻ്റെ വീട്ടിൽ, മാമനില്ല അമ്മയുടെ വീട്ടിൽ പോയിരിക്കുകയാണ്. അപ്പോൾ അമ്മ തറവാട്ടിൽ പോയിരിക്കുകയാണ്. അതുകൊണ്ട് അമ്മ ഉണ്ടായിരുന്നില്ലെന്ന്. അമ്മ ഇല്ലെങ്കിൽ പിന്നെ അമ്മേനെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഞാൻ അമ്മേനെ ഓട്ടോ പിടിച്ച് കൊണ്ടുവന്ന് പിന്നെ ഞങ്ങൾ അങ്ങനെ കുറേ ഇതാണ്. അപ്പോൾ തൽക്കാലം ഈ ഒരു വീഡിയോയിൽ അമ്മ ഇല്ലാണ്ട് ഞങ്ങൾ എടുക്കുകയാണ്. കാരണം അമ്മ ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ട്. കാരണം അമ്മ നമ്മളെ എവിടെ പോകുമ്പോഴും അമ്മേനെ കൊണ്ടുപോകാറുണ്ട്, പരമാവധി കൊണ്ടുപോകാറുണ്ട്. പക്ഷേ ഇന്ന് അമ്മയ്ക്ക് വരാൻ പറ്റിയില്ല. പിന്നെ നാളെ വേറെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ അമ്മ വീട്ടിലാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് അമ്മേനെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ.